ഹലോ ഗൈസ്, എല്ലാവർക്കും ഏക്കു ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും കാണിക്കുന്നതും ഞങ്ങളുടെ കോഴിക്കോടാണ്. നമുക്ക് കഴിഞ്ഞ യൂട്യൂബിൽ നമ്മൾ ഇട്ടായിരുന്നു. പൊടി കുഞ്ഞുങ്ങളായിരുന്നു നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 10 കോഴി കിട്ടിയത്. അപ്പം അവരൊക്കെ ഇന്ന് വളർന്നു. ഇതാ അവരെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങി അതിലുള്ളവരാണ് ഇതാ അവർ 3 പേര് ഉണ്ട്. 5 പേര് വാങ്ങിയതാണ്, അതിൽ 3 പേരേ ഉള്ളൂ. പിന്നെ അടുത്ത ഇതാ അതിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് ഇവരെല്ലാവരും. ഇതാ ഇവരെല്ലാവരും വലുതായി, എല്ലാവരും മുട്ടയിട്ട് തുടങ്ങി. 10 പേരെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അതിലിപ്പം നമുക്ക് 9 പേരേ ഉള്ളൂ. ഇതാണ് നമ്മളെ കോഴിക്കൂട്. ഇതാ 2 അറയുള്ളൊരു കോഴിക്കൂടാണ്. പിന്നെ നമ്മൾ ഇതിൽ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സേജ് ഇതിൽ കൂടി പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ കോഴിക്കൂട് എടുക്കുന്നത്. നമ്മുടെ കോഴിക്കൂടും പരിസരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വലിയ വൃത്തി കുറവൊക്കെയാണ്, മഴക്കാലമാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള കോഴിക്കൂടും പരിസരമൊക്കെ ഉള്ളവർ ഒന്ന് നന്നായി വൃത്തിയാക്കി സൂക്ഷിക്കണം, വൃത്തിയാക്കി ഇടണം. കാരണം ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ TV കൂടെ ഒരു വാർത്ത കാണാൻ കഴിഞ്ഞു. അതൊരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റതാണ്. അപ്പം നമ്മളും പുറത്ത് ഇതുപോലെ നമ്മുടെ പാമ്പ് പിടുത്തക്കാരനായ ബാബാ സുരേഷ് ചേട്ടൻ പറയുകയുണ്ടായി, ആരും പുറത്ത് പക്ഷിയൊക്കെ പൂച്ചയ്ക്കോ അങ്ങനെയൊന്നും വെള്ളമൊന്നും വെക്കരുതെന്ന്. പക്ഷെ നമ്മൾ ഈ കോഴിക്കൊക്കെ വെള്ളമൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പം അതൊക്കെ കുടിക്കാൻ തന്നെ നമ്മൾ വെച്ചിട്ട് പോകും. കോഴികൾ കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇഴജന്തുക്കളൊക്കെ വന്ന് അത് കുടിക്കുകയും അത് കഴിഞ്ഞ് അടുത്ത് കല്ലൊക്കെ ഉണ്ട്, ഇതുപോലെ കല്ല് കെട്ടിൻ്റെ ഇടയിലൊക്കെ കയറി നമ്മളത് കാണുമൊന്നുമില്ല. അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കടിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ഞാനും എൻ്റെ മോനും കൂടെ വിചാരിച്ച് നമ്മളെ കോഴിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി അവരെല്ലാം പുറത്തിറക്കി. അവരൊന്ന് വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും മുട്ടയൊക്കെ ഇട്ടു. അപ്പം നമ്മളിതിൽ കൂടെ പറയുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, എല്ലാവരും ഇതുപോലെയൊക്കെ സാഹചര്യത്തിൽ വലിയ ഗ്രില്ലൊന്നും ഇല്ലാത്ത കോഴിക്കൂടൊക്കെ ഉള്ള സാധാ ഇങ്ങനെ തറയിലൊക്കെ വെച്ചുള്ള കോഴിക്കൂടൊക്കെ ഉള്ളവർ പരിസരം ഒന്ന് വൃത്തിയാക്കി കൂടും ഒക്കെ വൃത്തിയാക്കി ഇടണം. കാരണം ഇപ്പോൾ ഒരുപാട് പേരെ പാമ്പ് കടി, പാമ്പ്, അണലി, ചുരുട്ട, അത് ശങ്കൂര്യൻ ഇതുപോലുള്ളതൊക്കെയാണ് സാധാരണ നമ്മളെ ഈ സ്ഥലങ്ങളിലൊക്കെ കാണാറുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളെ വീടും പരിസരവും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടുക, വെള്ളം വയ്ക്കുന്നതൊക്കെ സൂക്ഷിക്കുക. കുട്ടികളെ ഒന്നും അധികം കോഴിക്കൂട്ടിൽ മുട്ടയെടുക്കാനും ഒന്നിനും നമ്മൾ പറഞ്ഞു വിടരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചൂട് ഉള്ളത് കൊണ്ട് ഇഴജന്തുക്കൾ ഇറങ്ങി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളൊരു ചെറിയൊരു മെസ്സേജ് യൂട്യൂബിൽ കൂടെ ഇടണമെന്ന് നമ്മുടെ രുക്കു ഫാമിലി കൂടെ ഇടാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. ഞാൻ പോകുന്നു. കോഴി ചുമ്മാ കൊക്കി പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി